ഹലോ കുട്ടികളെ, നമ്മൾക്ക് ഇന്ന് സെക്കൻഡ് ടേം സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ മോഡൽ പേപ്പർ നോക്കാം. റൂൾസൊക്കെ വേറെ എക്സാമിൻ്റേതുപോലെ തന്നെയാണ്. എങ്ങനെയാണ് 7 ആക്ടിവിറ്റീസ് തരും. അതിലത്തെ 5 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്താൽ മതിയാകും. പിന്നെ യു മസ്റ്റ് ആൻസർ ഓൾ ദ സബ് ആക്ടിവിറ്റീസ് ഇൻ ദ 5 ആക്ടിവിറ്റീസ് യു ചൂസ്. നിങ്ങൾ തിരഞ്ഞെടുത്ത 7 ആക്ടിവിറ്റീസിൽ 5 നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സബ് ആക്ടിവിറ്റീസ്. അത് നിങ്ങൾ ചെയ്തിരിക്കണം. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ പിക്ചർ നോക്കൂ. ഇത് എന്തിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്? ഇന്ത്യയുടെ മാപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കൂ അല്ലേ, ഇന്ത്യയുടെ മാപ്പാണ് തന്നിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ എന്താണ് വന്നിരിക്കുന്നത്? ഹൗ ക്യാൻ യു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓൺ ദിസ് മാപ്പ് ഹാങ്ങിങ് ഓൺ ദ വാൾ. ഇത് ഒരു വാളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു മാപ്പിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡയറക്ഷൻസ് കണ്ടുപിടിക്കുക? ടോപ്പ് ഏതാണ്, ബോട്ടം, റൈറ്റ്, ലെഫ്റ്റ്, ഇതൊക്കെ ഏതാണെന്നാണ് പറയുന്നത്. ടോപ്പ് സൈഡ് ഏതാണ് വരിക? നോർത്താണ് ടോപ്പ് സൈഡ് വരിക. ബോട്ടം സൈഡ് ഏതാ ഡയറക്ഷൻ വരിക? സൗത്ത്. ഇനി റൈറ്റ് സൈഡ് ഏത് ഡയറക്ഷനാണ് വരിക? ഏത് ഡയറക്ഷനായിരിക്കും വരിക? അതുപോലെ ലെഫ്റ്റ് സൈഡ് ഏത് ഡയറക്ഷനായിരിക്കും വരിക? ഇതൊക്കെ നിങ്ങൾ എഴുതണം. ഈ ബോക്സിൽ ഇതുപോലെ ബോക്സ് വരച്ചിട്ട് എഴുതിയാൽ മതി. അടുത്ത സബ് ക്വസ്റ്റ്യൻ ബി, നെയിം എ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ. എന്താ പറയുന്നത്? നെയിം എ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ. ഇങ്ങനെ നമ്മൾ ടോപ്പ്, ബോട്ടം, റൈറ്റ് ഒക്കെ നോക്കിയില്ലേ? ഡയറക്ഷൻസ് ഏതാണ്? സൗത്ത്, വെസ്റ്റ്, നോർത്ത് അല്ലേ, ഈസ്റ്റ്, ഇതൊക്കെ നോക്കി ഈ ഡയറക്ഷൻസ് കണ്ടുപിടിക്കുന്നതിന് നമ്മളൊരു ഡിവൈസ് ഉപയോഗിക്കും, ഒരു മെഷീൻ ഉപയോഗിക്കും. അതിൻ്റെ പേരെന്താണ്? കോമ്പസ് എന്നാണ് അതിൻ്റെ പേര്. ഇനി അടുത്തത് ആക്ടിവിറ്റി 2, ഫിൽ ഇൻ ദ മിസ്സിംഗ് പാർട്സ്. ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. എന്താ തന്നിരിക്കുന്നത്? എന്താണ് ഈ റൗണ്ടിൽ എഴുതിയിരിക്കുന്നത്? വേരിയസ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ. ഇലക്ഷൻ്റെ വേരിയസ് സ്റ്റേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളിത് എന്ത് ചെയ്യണം? ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗം ആൻസറായിട്ട് എഴുതണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? അപ്പോയിൻമെൻറ്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ്. ഇലക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഇലക്ഷൻ ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. രണ്ടാമത്തത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ കൊടുക്കും. മൂന്നാമത്തത് എന്താണ്? സബ്മിഷൻ ഓഫ് നോട്ടിഫിക്കേഷനാണ്. സബ്മിഷൻ ഓഫ് നോമിനി, അതാണ് നോമിനി എന്ത് ചെയ്യുക അല്ലേ, സബ്മിറ്റ് ചെയ്യുക. അടുത്തത് സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, വിഡ്രോവൽ ഓഫ് നോമിനേഷൻ, ഇലക്ഷൻ ക്യാമ്പയിൻ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? പോളിംഗ് ആണ് അല്ലേ, നമ്മൾ വോട്ടൊക്കെ കണ്ടിട്ടുണ്ട്, പോളിംഗ് ആണ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കൗണ്ടിങ് ടു വോട്ട്. പോളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വോട്ട് കൗണ്ട് ചെയ്യും. ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് അല്ലേ, റിസൾട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യും. അടുത്ത സബ് ക്വസ്റ്റ്യൻ ബി, റൈറ്റ് എനി 3 ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ. ഇലക്ഷൻ്റെ 3 ഫങ്ഷൻസ് ഏതൊക്കെയാണ് ഇലക്ഷൻ്റെ 3 ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എഴുതണം. അപ്പോൾ 1, 2, 3 എന്ന് പോയിൻ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇലക്ഷൻ്റെ ഫങ്ഷൻസ് എഴുതണം. ടെക്സ്റ്റ് നല്ലപോലെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, look at the picture that show some of the changes that the invention of the wheel brought to human life. ഈ പിക്ചർ കണ്ടില്ലേ നിങ്ങൾ? ഒരു വണ്ടി ആരാണ് വലിക്കുന്നത്? ഒരു ഹ്യൂമൺ ആണ് വലിക്കുന്നത്. രണ്ടാമത്തെ വണ്ടി ആരാണ് വലിക്കുന്നത് അല്ലേ? മൃഗങ്ങളാണ് വലിക്കുന്നത്. അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് ഇതിലത്തെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലല്ലേ? പണ്ട് കാലത്തുള്ള സാധനങ്ങൾ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ ഇതിലെന്താണ് ചോദിച്ചിരിക്കുന്നത്? സം ഓഫ് ദ ചേഞ്ചസ് ദ ഇൻവെൻഷൻ ഓഫ് വീൽ അല്ലേ, വീല് കണ്ടുപിടിച്ച ശേഷമുള്ള മാറ്റങ്ങളാണ് ഇതിൽ കാണുന്നത്. വാട്ട് അതർ ചേഞ്ചസ് ഹാവ് ഒക്യൂർഡ് ഇൻ ഹ്യൂമൻ ലൈഫ് വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ദ വീൽ. എന്താണ് പറയുന്നത്? വീല് വന്നതിന് ശേഷം വേറെ എന്തൊക്കെ ചേഞ്ചസ് ആണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്? പ്രിപ്പയർ ചെയ്യ നോട്ട്. മിനിമം ഒരു 6 സെൻറ്റൻസ് എങ്കിലും നോട്ടിലുണ്ടായിരിക്കണം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടിലുണ്ടായിരിക്കണം. ടെക്സ്റ്റിലുണ്ട്, ഇതെല്ലാം ടെക്സ്റ്റിലുണ്ട്. ടെക്സ്റ്റ് നല്ലപോലെ വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ 3 മേജർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് വി യൂസ് ടുഡേ. എന്താ പറയുന്നത്? നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന 3 ട്രാൻസ്പോർട്ട് മോഡ്സ് ആണ് ചോദിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ട്രാൻസ്പോർട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്? എയർ ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, ലാൻഡ് ട്രാൻസ്പോർട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇങ്ങനെ ഈ 3 മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എഴുതണം. പിന്നെ ആൻഡ് ഗീവ് എക്സാമ്പിൾസ് ഓഫ് ഈച്ച്. ഓരോ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിനും
എക്സാമ്പിളും എഴുതണം. ലാൻഡ് ട്രാൻസ്പോർട്ടിന് ബസ്, കാറ് അത് എഴുതാം. വാട്ടർ ട്രാൻസ്പോർട്ടിന് ഷിപ്പ്, ബോട്ട്. എയർ ട്രാൻസ്പോർട്ടിന് ഹെലികോപ്റ്റർ, എയ്റോപ്ലെയിൻ എന്നിങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്? ഏത് കൺട്രിയിലാണ് സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഉള്ളത്? ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ റോഡ് നെറ്റ്വർക്ക് ഉള്ള കൺട്രി ഏതാണ്? ചൈന, ഇന്ത്യ, ഇംഗ്ലണ്ട്, ജർമ്മനി. ഇതിലത്തെ ഈ 4 ഏതോ ഒരു കൺട്രിയിലാണ് ലാർജ് റോഡ് നെറ്റ്വർക്ക് ഉള്ളത്. ഏത് രാജ്യമാണെന്ന് നിങ്ങളവിടെ എഴുതണം. അടുത്ത ആക്ടിവിറ്റി 4, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്താണ് ഫില്ലിങ് ദ ബ്ലാങ്ക്സ്? ഫില്ല് ചെയ്യുക. ഈ ബ്ലാങ്ക് ആയി കിടക്കുന്ന ഭാഗങ്ങൾ ഫില്ല് ചെയ്യുക. പിക്ചർ തന്നിട്ടുണ്ട്. ഡെമോക്രസി ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെമോക്രസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ദ സുപ്രീം പവർ ബിലോങ്സ് ടു ദ ഡാഷ് പീപ്പിൾ. ആർക്കാണ് കൂടുതൽ പവർ ഉള്ളത്? പീപ്പിൾസിനാണ് ഡെമോക്രസിയിൽ സുപ്രീം പവർ ഉള്ളത്. രണ്ടാമത്തെ എന്താ? ദി റൂൾ ഓഫ് ലോ എൻഷുവേഴ്സ് ഡാഷ് ബിഫോർ ലോ. എന്താണ് വരിക? The rule of law ensures dash before law. അതുപോലെ മൂന്നാമത്തത് എന്താണ് വരിക? ഫ്രീ ആൻഡ് ഫെയർ ഡാഷ്. ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ അല്ലേ? അടുത്തത് നാലാമത്തത് ഡാഷ് മീഡിയ ദാറ്റ് ഹെൽപ്പ് ടു കണക്ട് ദ പീപ്പിൾ ആൻഡ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിനെ ജനങ്ങളിനെയും കൂടെ കണക്ട് ചെയ്യുന്നൊരു മീഡിയ ആയിട്ട് എന്തായിരിക്കണം? എന്താണ് ഇവിടെ വരിക? ഇൻഡിപെൻഡൻറ്റ് മീഡിയ. അടുത്തത് 5th. ഇവിടെ എന്താ പറയുക? ഡാഷ് ഹെൽപ്പിംഗ് ആൻഡ് ഇംപ്രൂവിങ് ദ ഗവൺമെൻറ് ത്രൂ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആൻഡ് ഒപ്പോസിഷൻ ഹെൽപ്പിംഗ് ആൻഡ് ഇംപ്രൂവിങ് അല്ലേ? ഇവിടെ ഒപ്പോസിഷൻ എന്നാണ് വരിക. ലാസ്റ്റ് വൺ, ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. അടുത്ത ആക്ടിവിറ്റി 5th ആക്ടിവിറ്റി, ദ പിക്ചർ ഷോസ് വൺ ഓഫ് ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് കിങ്സ് ഇൻ ആൻഷ്യൻറ്റ് ടൈംസ് ടു കൺവേസ് ന്യൂസ് ആൻഡ് മെസ്സേജസ് ടു ദ പബ്ലിക്കിന് മെസ്സേജസും ന്യൂസും പണ്ട് കാലങ്ങളിൽ രാജാവ് കൊടുത്തിരുന്ന വഴിയാണിത് ഇവിടെ കാണിക്കുന്നത്. വിളംബരമാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ? പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ന്യൂസും മെസ്സേജസും ഒക്കെ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന ഒരു മീൻസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വിളംബരം ചെയ്യും. വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ബൈ ഏർലി ഹ്യൂമൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ്? പണ്ട് കാലത്തെ ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ ഐഡിയാസ് എന്തൊക്കെയാണ്? ലെറ്റർ അല്ലേ? അനൗൺസ്മെൻറ്റ്. ഇനി അടുത്തത്, ദി സ്ക്രിപ്റ്റ് ഡെവലപ്ഡ് ബൈ ദ സുമേറിയൻസ് ഈസ് നൗൺ ആസ്. ഈ സ്ക്രിപ്റ്റ്, ഏതോ ഒരു സ്ക്രിപ്റ്റ് സുമേറിയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റിൻ്റെ പേരെന്താണ്? ക്യൂണിഫോം. ബി ആണ് വരിക കേട്ടോ. ക്യൂണിഫോം ആണ് വരിക. ബി ആണ് വരിക. അടുത്തത്, വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ന്യൂസ് ആൻഡ് മെസ്സേജസ് ഇൻ മോഡേൺ ടൈംസ്? മോഡേൺ ടൈംസിൽ ന്യൂസും മെസ്സേജസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? മോഡേൺ ടൈംസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്? ഫോൺ, ടെലിഫോൺ, മൊബൈൽ ഫോൺ, ഇമെയിൽ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പോയിൻ്റ് ചെയ്ത് എഴുതുക. അടുത്ത ആക്ടിവിറ്റി 6, ഒബ്സർവ് ദ പിക്ചർ, ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഈ പിക്ചർ നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ദ സീ ടു ദ ഈസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്തുള്ള സീ ഏതാണ്? ഇനി രണ്ടാമത്തത്, ദ സീ ടു ദ വെസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തുള്ള സീ ഏതാണ്? എ നൈബറിംഗ് കൺട്രി ടു ദ സൗത്ത് ഓഫ് ഇന്ത്യ. സൗത്ത് ഇന്ത്യൻ്റെ നൈബറിംഗ് കൺട്രീസ് ഏതൊക്കെയാണ്? ദ സദേൺ മോസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ. സദേൺ മോസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഏതൊക്കെയാണ്? ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ഈസ് അരുണാചൽ പ്രദേശ് ലൊക്കേറ്റഡ്. ഇന്ത്യയിലെ എവിടെയാണ് അരുണാചൽ പ്രദേശ് ലൊക്കേറ്റ് ചെയ്യുന്നത്? എവിടെയാണ് അരുണാചൽ പ്രദേശ് ഉള്ളത്?
അപ്പോൾ ഏത് ഭാഗത്താണെന്നുള്ളത് ഇവിടെ ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ സൗത്ത് ആണോ എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതുക. അടുത്ത ആക്ടിവിറ്റി 7th ആക്ടിവിറ്റി ഒബ്സർവ് ദ ഔട്ട്ലൈൻ ഓഫ് എ വില്ലേജ് പഞ്ചായത്ത് ഇൻ കേരള. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒബ്സർവ് ദ ഔട്ട്ലൈൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ഇൻ കേരള. കേരളത്തിലെ ഒരു വില്ലേജ് പഞ്ചായത്തിൻ്റെ ഔട്ട്ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും, അത് ആൻസർ ചെയ്യുക. ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രത്തിൽ നോക്കൂ അല്ലേ? റോഡ് കൊടുത്തിട്ടുണ്ട്, റെയിൽവേൻ്റെ വഴി കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, വീണ്ടും മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത്, ഏതാണ് സ്ഥലം, പിന്നെ ഭാരതപ്പുഴ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് ഔട്ട് വാട്ട് ദ ഗിവൺ ഇൻഡീസസ് ഇൻഡിക്കേറ്റ് ഓൺ ദ മാപ്പ്. ഈ ബോക്സിൽ തന്നിരിക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, അത് ഇൻഡെക്സ് ഇത് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഈ ഡോട്ട് ലൈൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബൗണ്ടറിൻ്റെ ഡയറക്ഷനാണ്. എത്ര വരെയാണ് ഈ വാണിയംകുളം എന്നുള്ള ഈ പഞ്ചായത്ത് എത്ര ഉണ്ട് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. എന്താണ് കാണിക്കുന്നത്? ബൗണ്ടറി ഓഫ് ഡിസ്ട്രിക്റ്റ്, അങ്ങനെ ഇത് കാണിക്കുന്നത് കേട്ടോ. അടുത്ത ലൈൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? റെയിൽവേ ലൈനിൻ്റെ ഉണ്ട്, റോഡിൻ്റെ ഉണ്ട് അല്ലേ? ഇതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ എഴുതിയാൽ മതി. വിച്ച് മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് റൺസ് പാരലൽ ടു ദ ഭാരതപ്പുഴ റിവർ. ഭാരതപ്പുഴ റിവറിൻ്റെ മുകളിലൂടെ പോകുന്ന റോഡ് അല്ലേ? വിച്ച് മേജർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, ഭാരതപ്പുഴ റിവറിന് മുകളിലൂടെ ഏത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ആണുള്ളത്? റോഡ് ട്രാൻസ്പോർട്ട് അല്ലേ ഉള്ളത്? ഭാരതപ്പുഴൻ്റെ മുകളിലൂടെ റോഡാണുള്ളത്. ലിസ്റ്റ് 2 ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യുവർ ഓൺ വില്ലേജ്. നിങ്ങൾ താമസിക്കുന്ന വില്ലേജിൻ്റെ ചെറിയൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ലിസ്റ്റ് ചെയ്ത് എഴുതുക. 2 എണ്ണം കേട്ടോ. നിങ്ങളുടെ ജിയോഗ്രഫിക്കൽ ഏരിയയിലെ 2 ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, നിങ്ങൾ താമസിക്കുന്ന വില്ലേജിൻ്റെ 2 ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ലിസ്റ്റ് ചെയ്ത് എഴുതുക. അങ്ങനെ 7 ആക്ടിവിറ്റീസ് കഴിഞ്ഞു. ആൻസറൊക്കെ എഴുതിയ ശേഷം ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി. എല്ലാവരും നല്ലപോലെ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ച് നോക്കുക, ഇന്ത്യയുടെ മാപ്പ് നോക്കുക, ഇലക്ഷൻ്റെ കാര്യങ്ങൾ നോക്കുക. എല്ലാവരും നല്ലപോലെ ടെക്സ്റ്റ് ബുക്ക് 1, 2, 3 തവണയൊക്കെ വായിച്ച് നോക്കുക. നോട്ട് ടീച്ചേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതും നോക്കുക. എന്നിട്ട് നല്ലപോലെ എക്സാം എഴുതുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.